ഇതൊക്കെ ഏതാ ഇവൻ കൊണ്ടുപോകും. അയ്യോ, അത് അവൻ സ്നേഹം മാത്രം മതി. ഡൂൾസിന്റെ ഫ്രീഡ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ആയിട്ടുണ്ട്. നാണക്കാരിയാ അച്ചാച്ചൻ്റെ കൂട്ടാ. ഞങ്ങൾ ട്രിവാൻഡ്രം ഷോയ്ക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് കുറേ സാമ്പിൾ ഫുഡ്സ് കിട്ടി. അത് നമ്മളിതൊന്ന് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ കുറേയൊക്കെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇവർക്കൊന്ന് കൊടുത്തിട്ട് ഇവർക്ക് എങ്ങനെയുണ്ട്, ഏതാ ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച്. ഇത് പെഡിഗ്രിയുടെയാണ്. പെഡിഗ്രിയൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. ഈ ഒരു 2 ഫുഡ്. ഇതിൻ്റെ സാമ്പിൾ പാക്കറ്റാണ്. പർപ്പിൾ ടൈൻ്റെ ചിക്കൻ ആൻഡ് പങ്കി, അതിൻ്റെ ഒരു ഡ്രൈ ഫുഡാണത്. ബിസ്ക്കറ്റ് പോലെയൊക്കെ ഉണ്ട് കണ്ടിട്ട്, പക്ഷേ ഡ്രൈ ഫുഡാണ്, ചെറിയ ഡ്രൈ ഫുഡ്. ഇതിലൊരു പാക്കറ്റ് ഞാൻ കൊടുത്ത് നോക്കിയായിരുന്നു. നമുക്ക് ഇഷ്ടമായിട്ടുണ്ടത് നോക്കാറുണ്ട്. അടുത്തത് ഇത് വരുന്നത് സിഗ്നേച്ചറിൻ്റെ ബ്രീഡേഴ്സ് ഫ്രൈഡ് ഗ്രീൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഡ്രൈ ഫുഡാണ് വരുന്നത്. അതും ഒരു 2 സാമ്പിൾ പാക്കറ്റ് ഉണ്ട്. ഇതും ഒന്ന് വരുന്നത് പ്യൂരിനയുടെയാണ്. എല്ലാം 2 പാക്കറ്റുകൾ തന്നിട്ടുണ്ട്. ഇത് പ്യൂരിനയുടെ സൂപ്പർ കോട്ട് പപ്പിയാണ്. അപ് ടു 12 months. അപ്പം നിനക്ക് തിന്നാം കേട്ടോ. ഇത് ബിസ്ക്കറ്റ്സ് ആണ്. ഇത് നമുക്ക് നേരത്തെയൊക്കെ ഷോയ്ക്ക് പോകുമ്പോഴും കിട്ടാറുണ്ട്. ഒരു നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ള നമുക്കറിയില്ല, കൊടുത്ത് നോക്കണം. ഒരു ടേസ്റ്റ് ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ബിസ്ക്കറ്റാണിത്. ഇത് നേരത്തെ കിട്ടിയിട്ടുണ്ട്, നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇത് ഡ്രൂൾസിൻ്റെ ഗ്രേവിയാണ്. ഇത് അത്യാവശ്യം ആൾക്കാരൊക്കെ വീട്ടിലൊക്കെ ചെറിയ ബ്രീഡ്സ് ഉണ്ടെങ്കിൽ വാങ്ങിച്ച് കൊടുത്ത് നോക്കിയിട്ടുള്ളതാണ്. നമ്മളങ്ങനെ ഗ്രേവി അധികം കൊടുക്കാറില്ല, എന്നാലും ചെറിയ ബ്രീഡ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇതും പർപ്പിൾ ടൈലിൽ തന്നെ നേരത്തെ കാണിച്ച ആ ഫുഡിൻ്റെ തന്നെ ഒരു ചിക്കൻ ഗ്രേവിയാണ് വരുന്നത്. പപ്പീസിനുള്ളതാണിത്. പിന്നെ വരുന്ന കരിങ്കരിക്കിൻ്റെ ഇത് നമ്മൾ മെയിനായിട്ട് ഇവിടെ കൊടുക്കുന്ന ഫുഡാണ്. നമ്മളിതിൻ്റെ വലിയ പാക്കറ്റ് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. സിംഗിൾ ഗ്രെയിൻ ഓൾ ബ്രീഡ് ഓൾ ഏജ് ഫോമുല. ഏത് ബ്രീഡിനും ഏത് ഏജിനും കൊടുക്കാൻ പറ്റുന്ന ഫുഡാണിത്. കരിങ്കരിക്കിൻ്റെ ഇതൊരു സാമ്പിൾ പാക്കറ്റേ ഉള്ളൂ. ഇച്ചിരി വലുതാണ്. ആ പാക്കറ്റാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഉള്ളത് ട്രീറ്റാണ് ഡ്രൂൾസിൻ്റെ. അതും ഡ്രൂൾസിൻ്റെ തന്നെയാണ് കേട്ടോ. ഈ ഒരു ട്രീറ്റാണ് പിന്നെ കിട്ടിയിട്ടുള്ളത്. നമുക്കൊന്ന് കൊടുത്തു നോക്കാം അവർക്ക്. അതെടുത്താൽ വേണ്ടേ? അടുത്തോ വെച്ചെടുത്തോ. ഏതാ വേണ്ടേ? ഇതോ ഇത് ഇഷ്ടമായില്ല. ഇത് കനങ്കരിക്കായാലും നമുക്ക് പൊട്ടിച്ചില്ല അറിയാത്തതുകൊണ്ടാണ് വേണ്ടായിട്ടൊന്നുമല്ല അല്ല. കൊണ്ടുപോകും. പത്തുമ്പോ ഞാൻ പറ്റും. ഇവിടെ നിൽക്കും. പിന്നെ അറിയത്തില്ല. വാ ഓസോ വാ. എനിക്കതാ വേണ്ട. ഇതിനകത്ത് ചരിഞ്ഞെടുത്തെടുക്കും. ഇത് അയ്യോ, അത് അവൻ സ്നേഹം മാത്രം മതി. എന്നിട്ട് ഗ്രേവി ഉണ്ടായിരുന്നു. പപ്പി ഗ്രേവി വേണോ? ഐഷയ്ക്ക് ഗ്രേവി തരാം. അത് പൊക്കാൻ പറ്റും. അവൾക്ക് വേണ്ട. ഇതൊക്കെ ഏതാ ഈ വരുന്നതൊക്കെ? അവൾക്ക് നാണവാ. പക്ഷെ ഇങ്ങനെ ഞങ്ങൾ ഡൂൾസിൻ്റെ ഫ്രീഡ് കൊടുക്കുകയാണ്. കൊണ്ടുപോകും. ഇപ്പോൾ കാത്തു നോക്കും. ഇത് പർപ്പിൾ ടൈലിൻ്റെ ഒരു ഗ്രേവിയാണ് കേട്ടോ. ഇത് അവൾക്ക് ഡ്രൈ ഫുഡ് അത്ര പിടുത്തമില്ല, പക്ഷേ ഗ്രേവി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഓസൈറ്റ് വേണോ? ബാ മോനി വാ. എന്നാ അത് കൊള്ളാമല്ലോ. അതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. പൊട്ടിച്ചു കൊടുത്താൽ നിന്നെ അറിയാം, മണ്ടന്മാരാ. മറ്റേതിട്ടാ മതി. നാണക്കാരിയാ അച്ചാച്ചൻ്റെ കൂട്ടാ. ശുചി പറ, ഇവിടെ പുതിയ ഐറ്റം വന്നുള്ളൂ. അടുത്താണ്. രാജായിട്ട് തിന്നാൽ മതി. കൊണ്ടുപോണ്ട, ഇയാൾക്ക് തിന്നാൽ മതി. അവിടെ കൊണ്ടുവച്ചത് തിന്നാം. ഇത് ശരിക്കും ഇവർക്ക് വേണ്ടാത്തതുകൊണ്ട് കഴിക്കാത്തല്ല. ഇവരിതൊന്നും പൊട്ടിച്ച് കഴിക്കാൻ അധികം അറിയത്തില്ല. പലിച്ച് കഴിക്കാൻ അധികം അറിയാത്തത് കൊണ്ട് കഴിക്കാത്തതാണ്. ഇനി ഇതൊക്കെ ഇതിൽ കൂടുതൽ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് പൊട്ടിച്ച് പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളൂ. അതുകൊണ്ട് ഞങ്ങൾ ഐശ്വര്യക്കാർ പിന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു.